എല്ലാരും ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ പറയുന്ന പോലെയല്ല, ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആസ്വദിച്ച് കഴിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്യണം. പ്രിയമുള്ളവരെ, അപ്പോൾ അത് നമ്മുടെ VM ഹോട്ടൽ നാടൻ ഭക്ഷണശാല നമ്മുടെ മരുതിങ്കലിനാണ് കയറിയിട്ട് കുട്ടത്തി റോഡിന് ഡോക്ടർ മഞ്ജു ഡോക്ടറെ ക്ലിനിക്കിൻ്റെ നേരെ അപ്പുറത്ത് കുട്ടിപ്പാൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അപ്പുറത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മസാല ദോശ, നെയ്റോസ്റ്റും ഫുൾ ടൈമിലും അവിടെ റെഡിയാണ്. നാടൻ ഭക്ഷണങ്ങൾ, ബിരിയാണി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ നിർവഹിച്ചു. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ, നാട്ടുകാരൊക്കെ കൂടിയ ഒരു ചടങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ സലീം മാഷൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഹോട്ടൽ നമ്മുടെ കുട്ടത്തി സർവീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തുറന്ന് രാത്രി വരെ ഉണ്ട് എന്നുള്ള വിവരമാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ ഓണറോടും ചോദിക്കാം, അതിൻ്റെ ആശംസകളും ഒന്ന് കേട്ടു നോക്കാം. കരുവാരക്കുണ്ട് മരുതിങ്ങലുള്ള വളവിലുള്ള VM ഹോട്ടലിലാണ് നമ്മളിപ്പോ. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുമ്പോൾ മസാല ദോശ, നെയ് റോസ്റ്റ്, ബിരിയാണി, ദോശ, പിന്നെ എല്ലാതരം ചായക്കടികളും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് മസാല ദോശ, നെയ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കടകളിൽ എല്ലാ സമയം കിട്ടണമെന്നില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയം വന്നാലും, നെയ് റോസ്റ്റ് ആണെങ്കിലും മസാല ദോശ ആണെങ്കിലും ഏത് സമയം വന്നാലും നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ ബിരിയാണി, പിന്നെ എന്തൊക്കെയാണുള്ളത്, ബിരിയാണി, കപ്പ, ചിക്കൻ, മീന്, പിന്നെന്താ എല്ലാതര വിഭവ സമ്പുഷ്ടമായ ആഹാരങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ മരുതിങ്കല് നാടൻ ഭക്ഷണശാല പുതിയതായിട്ട് ഇന്ന് തുടങ്ങുകയാണ്. നമ്മളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ചില ഹോട്ടലുകൾ തുറന്നു പെട്ടെന്ന് പൂട്ടി പോകുന്നു. ഇതങ്ങനെ സംഭവിക്കാതെ ജനങ്ങൾക്ക് വൃത്തിയും ശുദ്ധിയുമുള്ള അന്തരീക്ഷത്തിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം ജനങ്ങളുടെ രുചിക്കനുസരിച്ച് നൽകുന്ന ഒരു ഹോട്ടലായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നും ഇതിവിടെ നിലനിൽക്കാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് അതിലെ ഒരു പൊന്തൂവൽ ചാർത്തുകയാണ് ഈ കടയോടുകൂടി. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഹോട്ടൽ രംഗത്ത് നേരത്തെ പരിചയം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്, സുഹൃത്ത് അനിലാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രതീക്ഷക്കും നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ പാകം ചെയ്യുന്നത്. അതുപോലെ ഹെൽത്തിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ എല്ലാ നിയമങ്ങളും നോംസുകളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഈ കട നടത്തുന്നത്. ഈ സംരംഭത്തിന് സർവശക്തനായ ദൈവം തമ്പുരാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഉഴുന്നുവട ചായയും കുടിച്ചു. എന്തായാലും പായസം കുടിക്കുന്നില്ല, ചായ അടിപൊളിയാ, സൂപ്പർ ചായ. എല്ലാരും പായസം കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ചായയും കടി ഉഷാറാണ്. പിന്നെ നല്ല പരിപാടികളാണെന്ന് പറയണേ. പിന്നെ എല്ലാവരും സഹകരണം ഉണ്ടാവുക. നമ്മള് ജസ്റ്റ് അറിയുന്ന ആൾക്കാരെന്നേ ഉള്ളൂ. VM ഹോട്ടലിന്റെ ഉദ്ഘാടനം കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ പൊന്നമ്മ ടീച്ചർ വൈറ്റ് കേട്ടു, ആശംസകൾ കേട്ടു. അതേപോലെ തന്നെ ചെറിയ അഭിപ്രായം കേട്ടു. ഇത് നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഒരു സ്ഥാപനം ആരാ നടത്തുന്നത്, എന്താണ് ഒരു പ്രത്യേകത ഇതുണ്ടെന്ന് വെച്ചാൽ ഇവര് കാളികാവിൽ എത്ര കൊല്ലം, നിങ്ങളുടെ പേരെന്താ? അനിൽകുമാർ. കാളികാവില് എത്ര വർഷം കത്തുന്നത്? 5 വർഷത്തോളം. അപ്പോ പെട്ടെന്ന് ഒന്നിങ്ങാണ്ട് ഒരു റൂം എടുത്തങ്ങാണ്ട് ഹോട്ടലിൽ തുടങ്ങല്ല. 5 വർഷത്തോളം കാളികാവ് അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് ഇപ്പൊ നമ്മുടെ ഈ ഒരു കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ കരുവാരക്കുണ്ട് മരുതിങ്ങ നമ്മുടെ മഞ്ജു ഡോക്ടർ പുറത്ത് തുടങ്ങിയിട്ട്. എന്തായാലും അല്ലേട്ടനോട് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് തുറക്കല്, എങ്ങനെയാണ്? രാവിലെ 6 മണിക്ക് തുറക്കും. 6 മണിക്ക് തുറക്കും. അത് എത്ര നേരം? വൈകുന്നേരം 8 മണി വരെ നിൽക്കണമെന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു മസാല ദോശ, അതുപോലെ തന്നെ നെയ് റോസ്റ്റ് എങ്ങനെയാണ്? അത് ടൈം ഉണ്ട് അതിന്? അങ്ങനെ ഫുൾ ടൈം വന്നാലുണ്ട്. രാവിലെ മുതലേ ഉണ്ട്. അടക്കുന്നത് വരെ നെയ് റോസ്റ്റ് മസാല ദോശ ഉണ്ട്.
പിന്നെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഇവിടെ നിലവില്? ഭക്ഷണം സാധാരണ നമ്മൾ ഇഡ്ഡലി, ദോശ, വെള്ളപ്പം, നൂൽപുട്ട്, പൊറോട്ട. പിന്നെ ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, വെള്ളപ്പം, പൊറോട്ട. അത് നമ്മളെ കേരളീയരെ പ്രധാനപ്പെട്ട നമ്മളെ ദേശീയ ഭക്ഷണം ഉണ്ട്, അതില്ലാത്തൊരു ഹോട്ടലില്ല അല്ലെ? പൊറോട്ട. പിന്നെ സാധാ ചോറ്, ബിരിയാണി, സാധാ നമ്മളെ നാടൻ ഭക്ഷണം. ഉച്ചക്ക് ചോറ്, പായസം എല്ലാം ചോറിൽ പായസം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ട്. ബിരിയാണി ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാല് ചോറ് വേണമെങ്കിൽ ചോറ് വയ്ക്കുക, അതുപോലെ തന്നെ ബിരിയാണി വേണ്ടതിലേക്ക് ബിരിയാണി വയ്ക്കുക. അത് ബീഫും ചിക്കനും അതുപോലെ തന്നെ നമ്മളിപ്പോ ഇനി എന്തെങ്കിലും വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ ഓർഡറിങ് നമ്മൾ കൊടുക്കാതെ ഉണ്ട്. അത് ചോറായാലും പൊറോട്ട ആയാലും പിന്നെ ബിരിയാണി ഇരുന്ന് കൊടുക്കുക. എന്ത് സാധനം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്ത് പാർട്ടി ഓർഡറുകളാണെങ്കിലും അത് ബിരിയാണി ആയിക്കോട്ടെ, സാധാ ഊണായിക്കോട്ടെ, അതുപോലെ തന്നെ പൊറോട്ട ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പാർസല് ഇവിടെ റെഡിയാണ്. അത് എടുക്കാതെ സൈറ്റ് നമ്മൾ എത്തി. അപ്പൊ അവരെ ബന്ധപ്പെട്ട് അതിന്റെ നമ്പർ ഇവിടെ കൊടുക്കും. അപ്പൊ സംഭവം അനിലേട്ടൻ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബൈക്കാനൊന്നുമില്ല, നമ്മുടെ കുട്ടിപ്പാന ഇലക്ട്രിക് ഷോപ്പ്, അതുപോലെ തന്നെ ഇവിടെ ലാബുണ്ട്. അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഒരു ഹോട്ടലുള്ളത്, അതുപോലെ നമ്മുടെ പയഞ്ഞീര് സർവീസ് സ്റ്റേഷൻ. അപ്പൊ കൂടുതലും തപ്പാനോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ മരുത് അങ്ങാടിനെ കണ്ടെങ്കിൽ അവിടെ നിന്ന് സ്ട്രൈറ്റ് നോക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു ഹോട്ടലിന്റെ ഒരു ബോർഡ് തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഞ്ജു ഡോക്ടറെ ഇപ്പുറത്തായിട്ട് ബിൽഡിംഗ് ഉള്ളത്. അപ്പൊ ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ ശരിക്കും ചായക്കും ബുദ്ധിമുട്ടും പ്രയാസവും നിൽക്കാൻ നിൽക്കണ്ട. ഡോക്ടറെ നിന്നാലും ഒരു കാലി ചായ കുടിക്കണമെങ്കിൽ അങ്ങോട്ട് മണ്ടാൻ നിൽക്കണ്ട, ഇവിടെ റെഡിയാണ്. എന്തായാലും അനിലേട്ടന്റെ നമ്പറാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഡറുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക. അപ്പൊ തുടർന്നും അടുത്ത വീഡിയോയിൽ. നന്ദി.